Hi friends, എല്ലാവർക്കും ടിപ്സ് ഓഫ് ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനി യുജിൻ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗ്യാസ് ട്രബിൾ മാറാനുള്ള ഒരു ഹോം റെമഡിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ പെട്ടെന്നൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ ചാനലിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻ്റെ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ നോട്ടി സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗ്യാസ് ട്രബിൾ മാറാനുള്ള ഹോം റെമഡി മാവിൽ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നും അതുപോലെ തന്നെ പ്രമേഹം അകറ്റാനായിട്ടും പ്രമേഹം മൂലമല്ല മറ്റ് കോംപ്ലിക്കേഷൻസ് ഒക്കെ കുറയ്ക്കാനായിട്ടും മാവിൽ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്നും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഗ്യാസ് ട്രബിൾ എന്ന് പറയുന്നത് വയറിനുള്ളിൽ ഗ്യാസ് കെട്ടിക്കിടക്കുന്ന പ്രശ്നത്തിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് മലശോധന ശരിയല്ലാത്തത് കൊണ്ട് തന്നെയാണ്. അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ്, ചക്കക്കുരു, ചേമ്പ് തുടങ്ങിയവ കഴിച്ചാലും ഗ്യാസ് ഉണ്ടാവാറുണ്ട്. ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് സാധാരണ കോമൺ ആയിട്ട് ഈ ഒരു പ്രശ്നം കാണുന്നത്. അപ്പം നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളൊരു പാത്രത്തിലേക്ക് മാവിൻ്റെ തളിരില ഒരെണ്ണം നമ്മൾ കഴുകിയെടുത്തതിന് ശേഷം കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. മാവിലയിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി എന്നിവ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ധാരാളം ആൻറ്റി ഓക്സിഡൻസുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ചെറിയ ഇലയാണെങ്കിൽ 2 ഇല എടുക്കുക, വലിയ ഇലയാണെങ്കിൽ ഒരെണ്ണം ഇട്ടാൽ മതി. ഇത് നമുക്ക് കീറി വേണം ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ 1.5 ഗ്ലാസ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് നമുക്ക് ചതച്ചോ അരിഞ്ഞോ എടുക്കുക കേട്ടോ. ഇഞ്ചി ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് ചുക്കുണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. നമ്മുടെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതിലേക്ക് ചതച്ചത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ സത്തൊക്കെ നന്നായിട്ട് നമ്മുടെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വരാനായിട്ട് അല്പസമയം നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അതിനുശേഷം നമുക്ക് ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇത് നമ്മൾ ഡെയിലി കഴിക്കേണ്ട ഒരു കാര്യമല്ല. ഗ്യാസ് ട്രബിൾ ഉള്ള അവസരത്തിൽ നമുക്കിത് കുടിക്കാവുന്നതാണ്. ഒരു തവണയായിട്ടോ അല്ലെങ്കിൽ 2 തവണയായിട്ടോ പകുതി ആ ഒരു രീതിയിൽ നമുക്ക് ആഹാരശേഷം കഴിക്കാം. നമ്മൾ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഡയബറ്റീസിൻ്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ ആണെങ്കിൽ ആ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ മരുന്ന് കഴിക്കുന്നുണ്ട് പക്ഷേ എന്നിട്ടും കൺട്രോൾ ആവുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ചെയ്ത് നോക്കാവുന്ന ഒരു ചെറിയൊരു കാര്യമാണ് ഇതിന് അടുത്തായിട്ട് പറയുന്നത്. നമ്മൾ ഒരു മാവിൻ്റെ തളിരില രാത്രി മുഴുവനും ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് വയ്ക്കുക. പിറ്റേന്ന് രാവിലെ നമ്മളിത് ഞെരടി പിഴിഞ്ഞ് അത് അരിച്ച് ആ വെള്ളം മാത്രമായിട്ട് വെറും വയറ്റിലാണ് കഴിക്കേണ്ടത്. അപ്പോൾ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടോ നമുക്ക് ഫുഡ് കഴിക്കാവുന്നതാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവുന്നതാണ്. നമ്മൾ ഒത്തിരി സമയം മുൻപേ രാവിലെ എണീറ്റ് അപ്പം തന്നെ ഇത് കുടിക്കേണ്ട ആവശ്യമില്ല. ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് സമയം മുൻപായിട്ട് മാത്രം ഇത് കഴിച്ചാൽ മതി. അപ്പോൾ പ്രമേഹം മൂലം ഉണ്ടാകുന്ന നേത്ര രോഗങ്ങൾക്കൊക്കെ ഇത് നല്ലതാണ്. ഇത് നമുക്ക് ആഴ്ചയിൽ 2-3 പ്രാവശ്യം കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഡെയിലി കഴിക്കുന്നവർക്ക് കഴിക്കാം, പക്ഷേ അങ്ങനെയുള്ളവർ ബ്ലഡ് ഷുഗർ നമ്മൾ ഡെയിലി ചെക്ക് ചെയ്യുന്നവർ കൂടി ആയിരിക്കണം. ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരുടെയും വീട്ടിലുള്ള ഒന്ന് തന്നെയാണ് മാവില. അപ്പോൾ മാവില ഉപയോഗിച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ള മറ്റ് കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഉറപ്പായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.